തുടർച്ചയായ ദുരിതപ്പെയ്ത്തിൽ പ്രളയഭീതിയിലായി ആലപ്പുഴ ജില്ല. കിഴക്കൻ മലയോര മേഖലകളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് പമ്പ, അച്ചൻകോവിൽ, മണിമലയാറുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അപ്പർ കുട്ടനാടും തീരദേശ മേഖലകളും കടുത്ത വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അമ്പലപ്പുഴയിൽ 6 വീടുകൾ ഭാഗികമായി തകർന്നു. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരണ്യ, എന്താണ് ജില്ലയിലെ സാഹചര്യം? എൽദോ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 580 പേരാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ളത്. ഇന്ന് പൊതുവെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ രാവിലെ മുതൽ ഇതുവരെ മഴ പെയ്തിട്ടില്ല. പക്ഷെ ഇന്നലെ നല്ല മഴ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴയ്ക്ക് ശേഷം ഇന്നിപ്പോ ഒരു തെളിമയാർന്ന അന്തരീക്ഷമാണ് ഉള്ളത്. പ്രധാനമായും ആലപ്പുഴ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കടൽക്ഷോഭമാണ്. തൃക്കുന്നപ്പുഴ ഒപ്പം തന്നെ തോട്ടപ്പള്ളി മേഖലകളിൽ അതിരൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെടുന്നുണ്ട്. അമ്പലപ്പുഴ കാക്കാഴം മേഖലകളിൽ 6 വീടുകൾക്ക് ഭാഗികമായി തകർച്ച സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നതാണ് ഇനി നേരിടേണ്ട പ്രതിസന്ധി. പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ കോട്ടയം തുടങ്ങിയ മേഖലകൾ, മലയോര മേഖലകളിൽ നിന്നുള്ള വെള്ളം പമ്പയാറ് തുടങ്ങിയ വിവിധ ആറുകളിലൂടെ ആലപ്പുഴയിൽ തോട്ടപ്പള്ളി സ്ത്രീകൾ വഴിയാണ് അറബിക്കടലിലേക്ക് പുറന്തള്ളേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ജലം, അതായത് കിഴക്കൻ മേഖലയിൽ നിന്ന് താഴെത്തട്ടിലേക്ക് ഇറങ്ങുന്ന വെള്ളം അപ്പർ കുട്ടനാടൻ മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളതാണ്. നേരത്തെ ശശിനാരായണ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തോട്ടപ്പള്ളി സ്പിൽവേയും ഒപ്പം തണ്ണീർമുക്കം ബണ്ടും അടക്കമുള്ള അവയുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അന്ധകാര നദിയിലെയും ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പരമാവധി വെള്ളം പുറത്തേക്ക് പുറന്തള്ളപ്പെട്ടാൽ ഇന്ന് മഴയില്ലാത്തൊരാശ്വാസം ആലപ്പുഴ ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൂടെ, ഈ വഴികളിലൂടെ പരമാവധി വെള്ളം പുറത്തേക്ക് പുറന്തള്ളപ്പെടുക എന്നുള്ളതാണ്. സ്വാഭാവികമായും പത്തനംതിട്ടയിൽ നിൽക്കുന്ന വെള്ളം ആലപ്പുഴയിലേക്ക് എത്തുന്നതിന് സമയപരിധിയുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ആലപ്പുഴയിൽ ജില്ലാ ഭരണകൂടം ഒരുക്കുന്നുണ്ട്. അത്തരത്തിൽ മറ്റ് രീതിയിലുള്ള പ്രതിസന്ധി ഇല്ലാതെ ഈ വിവിധ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് പോയാൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും കടൽക്ഷോഭം രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. ഇന്നിപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ് ആലപ്പുഴയിലുള്ളത്. ശരി ശരണ്യ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.